സ്റ്റോറി ഓഫ് ഡാൽഡ 13 എന്ന് പറയുന്നത്. അപ്പം ഇതാ നോക്കിക്കോ. ഇമാജിൻ എ ടൈം വെൻ ക്യാമറാസ് വെയർ റെയർ ആൻഡ് ഈവൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് വെയർ ഫ്യൂ. അതായത് നിങ്ങൾ ഒരു കാലഘട്ടം ആലോചിക്കുക, ക്യാമറാസ് ഒന്നും ഇല്ലാത്ത, ക്യാമറാസൊക്കെ വളരെ റെയർ ആയിട്ടുള്ള, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കുറച്ച് മാത്രമുള്ള ഒരു കാലഘട്ടം. ഇൻ എ സച്ച് ആൻഡ് എറ മീൻസ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു എന്താ പറയുക, പറയാനാണെങ്കിൽ എങ്ങനെ പറയും, അങ്ങനെ ഒരു തലമുറ. ഓക്കെ, എറ മീൻസ് തലമുറ. ഇപ്പം ഇപ്പോഴത്തെ ഇതിന് പറയുന്നത് ആൽഫ അങ്ങനെ എന്തെങ്കിലുമാണ്. ഓക്കെ, മനസ്സിലായില്ലേ ആ ഒരു എറ. A young woman broke barriers to become India's first female photojournalist. അതായത് ഒരു വുമൺ, ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ എന്ത് ചെയ്തു, എല്ലാ തടസ്സങ്ങളെയും പൊട്ടിച്ച് കളഞ്ഞു. അതായത് ഇപ്പം ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിന് ക്യാമറ വാങ്ങണം, അതുപോലെ തന്നെ എന്താണ് ഫോൺ വേണം. ഓക്കെ, അപ്പം എന്താണ് അവരുടെ ആ ഒരു സമൂഹവും അതുപോലെ തന്നെ ക്യാമറയുടെ ആ ഒരു റെയർനെസ്സും ഒക്കെ കൊണ്ടിട്ട് അവൾ എല്ലാ തടസ്സങ്ങളും പൊട്ടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഇന്ത്യയുടെ ആദ്യത്തെ ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയിട്ട് മാറി. ഫോട്ടോ ജേർണലിസ്റ്റ് മീൻസ് ചിത്രപത്ര പ്രവർത്തക. ഓക്കെ, മനസ്സിലായി. അതായത് ചിത്രങ്ങൾ കൊണ്ട് പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ് കേട്ടോ. ലെറ്റ് us read the inspiring story of that woman. അവളുടെ ആ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക് പഠിക്കാം. അതാണ് സ്റ്റോറി ഓഫ് ഡാൽഡ 13. അവളുടെ പേര് ഡാൽഡ എന്നല്ല, പിന്നെ എങ്ങനെ ഈ പേര് വന്നു എന്ന് എനിക്കറിയില്ല, വായിച്ചു പോകുമ്പോൾ മനസ്സിലാവുമായിരിക്കും. It was a time when even professional men, news photographers were rare to find. അതായത് എന്താണ് ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ ആയിട്ടുള്ള മെൻ ഫോട്ടോഗ്രാഫേഴ്സ്, അതായത് ആണുങ്ങൾ, ഈ ഫോട്ടോസ് മെയിനായിട്ട് എടുക്കുന്നത് ആൺപിള്ളേരാണല്ലോ. അപ്പോൾ ആൺപിള്ളേർ പോലും ഫോട്ടോസൊന്നും, ആണുങ്ങളായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ഇല്ലാത്ത ആ ഒരു കാലം. അത് ഇല്ല മീൻസ് ചെറിയ ചില നാടുകളിലെ അവർ കാണുള്ളൂ, ചില നാടുകളിൽ തീരെ ഉണ്ടാവില്ല, ചില നാടുകളിൽ 1-2 പേര് കാണും, അങ്ങനെയൊക്കെ. അടുത്തത് വാസ് ഫോട്ടോ ജേർണലിസം വാസ് ഇൻ ഇറ്റ്സ് ഇൻഫൻസി ഇൻ ഇന്ത്യ. അതായത് ഇൻഫൻസി മീൻസ് ആണ്. ഇൻഫൻസി മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ജേർണലിസം, ആ ഒരു ചിത്രപത്ര പ്രവർത്തനം തുടങ്ങുന്ന ആ ഒരു കാലം. ഓക്കെ, ഹൊമായി വേറ, ഇൻഫൻസി മീൻസ് ശൈശവാവസ്ഥ. ഓക്കെ, മീൻസ് തുടങ്ങുന്ന ആ ഒരു കാലം. ഹൊമായി വ്യാറവാല who became a legend in Indian photojournalism. ഹൊമായി വ്യാറ. ഓക്കെ, അപ്പം ഹൊമായി വൈറവല്ല, നമുക്ക് ഹൊമായി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഹൊമായി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എന്താണ്, ലെജൻഡ് മീൻസ് ഇതിഹാസം. ഇതിഹാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു ഇതിഹാസമായി തീരുന്നു, ഇന്ത്യയുടെ ഒരു ഫോട്ടോ ജേർണലിസത്തിന്റെ ഇതിഹാസമായി തീർന്നു. വാസ് ബോൺ അറ്റ് നവ്സാരി ഇൻ ഗുജറാത്ത് ഇൻ 1913. നവ്സാരി ഗുജറാത്തിലെ നവ്സാരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ അവള് ജനിച്ചത്. ഹെർ ഫാദർ വാസ് എ തിയേറ്റർ ആർട്ടിസ്റ്റ് ആൻഡ് ദ ഫാമിലി മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഫോർ പെർഫോമൻസസ്. അതായത് അവളുടെ ഫാദർ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു, അതായത് തിയേറ്ററിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെയൊക്കെ പരിപാടിയൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു അവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഫാമിലി, അപ്പം ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലി പല സ്ഥലത്തു നിന്ന് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം ഗുജറാത്തിൽ നിൽക്കുന്ന ആള് ചിലപ്പോൾ നാളെ തമിഴ്നാട്ടിലായിരിക്കും, ചിലപ്പോൾ പല സ്ഥലങ്ങളിലും പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഞാൻ ഫോട്ടോഗ്രാഫർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരെ. അപ്പം നോക്കാം. അപ്പം ഇപ്പം ഗുജറാത്തിൽ നിൽക്കുന്ന ആൾ നാളെ തമിഴ്നാട്ടിലായിരിക്കും. തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും വീണ്ടും ഗുജറാത്തിൽ വരും, പിന്നീട് ഇന്ത്യയിൽ പോകും, പിന്നീട് അപ്പം ഗുജറാത്തിൽ നിന്ന് പിന്നീട് രാജസ്ഥാനിൽ പോകും, പിന്നെ രാജസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ പോകും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പം നോക്കാം. അപ്പം ഇത് തന്നെയായിരുന്നു അവളുടെ ഹൊമായിയുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അവൾക്ക് ഫോട്ടോഗ്രാഫർ ആവാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രാവലിംഗ് ആയിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമാണ്, അത് തന്നെയാണ്.
Her family later moved to Mumbai, which was then known as Bombay. അതായത് അവരുടെ ഫാമിലി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുംബൈയിലോട്ട് പോയി. ഓക്കെ, അതായത് അന്നത്തെ കാലത്ത് മുംബൈനെ അറിയപ്പെട്ടിരുന്നത് ബോംബൈ എന്നാണ്. ഓക്കെ, ബോംബൈയിലോട്ട് പോയി. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ സമയമായെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് നോമ്പാണ് ഗൈസ്, അപ്പം എൻ്റെ തൊണ്ടയിലൊന്നും വെള്ളം വറ്റിക്കാൻ വയ്യ, അതാണ് സത്യം. അപ്പം നമുക്ക് രാത്രി സമയം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാവണേ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈ.